റിട്ടയർഡ് ജനറൽ ജേക്കബ് തരകൻ കൂടെ ചേരുന്നുണ്ട്. സർ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടി പാകിസ്ഥാനിലൊരു വ്യക്തമായൊരു സന്ദേശമാണെന്നാണ് വിദേശകാര്യ സെക്രട്ടറി അടക്കം പറയുന്നത്. ഇപ്പോൾ ഭീകരരുടെ അവരുടെ ഒളിത്താവളങ്ങളടക്കം നശിപ്പിച്ചിട്ടുണ്ട്, അത് ഇല്ലാതാക്കി എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ വാർത്തകളോടൊക്കെ പ്രതികരിക്കുന്നത്? ഇതിൽ പ്രതികരണം ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെ സന്തോഷത്തോടെയും വളരെ പ്രൗഢിയോടും ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. ഇത് വേണ്ടതായിരുന്നു. സമയമെടുത്ത് ആസൂത്രിതമാക്കി ചെയ്യേണ്ടതുപോലെ ചെയ്തതിൽ വളരെ സന്തുഷ്ടനാണ്. പാകിസ്ഥാൻ അവരുടെ മണ്ണിൽ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയെടുത്ത ഭീകരന്മാർക്ക് കൊടുക്കാവുന്ന ശിക്ഷയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ, അതായത് താവളങ്ങളും അവരുടെ അസറ്റ്സും നമ്മൾ ടാർഗറ്റ് ചെയ്തു. അതിനെയാണ് ലക്ഷ്യമിട്ടത്. ഇനി ചെയ്യേണ്ടത് ഇത് നടത്തിയ ആൾക്കാരെയും നടത്തുവാൻ സ്ഥിരാകേന്ദ്രങ്ങളായ ആൾക്കാരെയും തേടിപ്പിടിച്ച് അവരെ നിയമത്തിന് മുന്നിൽ ജീവനോടോ അല്ലെങ്കിൽ ജീവനില്ലാതെയോ മുമ്പിൽ കൊണ്ടുവരേണ്ടതാണ് അടുത്ത പടി. അതും നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ കൂടെ തന്നെ എനിക്ക് ഒരു കാര്യം ചേതാവലി പോലെ അല്ലെങ്കിൽ ഒരു കോഷൻ പോലെ പറയേണ്ടത്, ഇത് എസ്കലേറ്ററി ലാഡറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതായത് അവർ ചെയ്ത പ്രവൃത്തിക്ക് പകരം നമ്മൾ കൊടുത്ത മറുപടിയാണ് ഇത് എസ്കലേറ്ററി ലാഡറിന്റെ ആദ്യത്തെ പടിയാണ്. അതിന് മറുപടിയായി തീർച്ചയായും പാകിസ്ഥാൻ മറുപടി തരും. കാരണം അവർക്ക് അങ്ങനെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അവരുടെ രാജ്യത്ത് പട്ടാളത്തിന് ഇത് ആവശ്യമാണ്. ഞാൻ നേരത്തെ ഒരു ചാനലിൽ പറഞ്ഞിരുന്നു, എല്ലാ രാജ്യങ്ങൾക്കും ഒരു പട്ടാളമുണ്ട്. അതായത് ഈച്ച് കൺട്രി ഹാസ് ആൻ ആർമി അല്ലെങ്കിൽ ഒരു ഡിഫൻസ് ഫോഴ്സ്. പക്ഷേ പാകിസ്ഥാനിൽ മാത്രമാണ് ദി ആർമി ഹാസ് എ കൺട്രി. അതായത് പാകിസ്ഥാൻ അവിടുത്തെ സൈന്യത്തിന് വേണ്ടിയാണ് ഉള്ളത്. ബാക്കി എല്ലാ രാഷ്ട്രങ്ങളിലും രാജ്യത്തിന് വേണ്ടിയാണ് സൈന്യം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് പാകിസ്ഥാൻ സൈന്യത്തിന് കിട്ടിയ അടിയാണ്. അവര് അതിന് എന്തെങ്കിലും പ്രതിവിധി ചെയ്തില്ലെങ്കിൽ അവർക്ക് അവരുടെ രാജ്യത്തുള്ള വിലയും നിലയും പോകും, റെലവൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ തിരിച്ച് അടിക്കുവാൻ നോക്കും. അത് നമ്മൾക്കൊരു പക്ഷേ നമ്മളുടെ ഭരണകർത്താക്കൾക്കും ഇത് ആസൂത്രണം ചെയ്ത വ്യക്തികൾക്കും നല്ല ബോധം കാണും, എവിടെയാകാം ഇതിന്റെ കൗണ്ടർ വരുന്നതെന്നുള്ള. അതിനുള്ള തയ്യാറെടുപ്പ് തീർച്ചയായും എടുത്തു കാണും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പം ഓർക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഈ 7th ഇന്നുള്ള മോക്ക് ഡ്രിൽ, നാഷണൽ വൈഡ് മോക്ക് ഡ്രിൽ എന്ന് പറഞ്ഞ് തുടങ്ങിയത് തന്നെ ഒരു രാജ്യമൊട്ടുക്കുമുള്ളൊരു ഡിസെപ്ഷനാണ്. അതായത് ഇന്ന് വെളുപ്പാങ്കാലത്തെ അടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പാകിസ്ഥാൻ വിചാരിച്ച് കാണുന്നത്. കാരണം നമ്മളുടെ രാജ്യം ഒട്ടുക്കും ഇന്ന് മോക്ക് ഡ്രില്ല് നടത്തുവാണ്. അതുകൊണ്ട് ഒന്ന് ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിരിക്കാം എന്നായിരിക്കാം അവർ വിചാരിച്ചിരുന്നത്. ഇതൊരു നേഷൻ വൈഡ് സർപ്രൈസ് ആയിട്ട് ഡിസെപ്ഷൻ പ്ലാൻ ആയിരുന്നു എന്ന് അനുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും ഏതൊരു ഇന്ത്യൻ പൗരനെ പോലെ ഞാൻ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നു. എനിക്ക് അതിൽ വളരെ അഭിമാനം തോന്നുന്നു. വെൽ ഡൺ ഇന്ത്യ, വെൽ ഡൺ ഫോഴ്സസ്. ആൻഡ് പാകിസ്ഥാനോട് അറിയിക്കാനുള്ളത്, ഇന്ത്യ മുബാറക്കോ, നിങ്ങൾ ഇന്ത്യ കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും കാണും എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.